കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല സ്പോഞ്ച് പോലത്തെ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല അരി അരച്ച് ശർക്കരയൊക്കെ ചേർത്ത് ഒരു നല്ല വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഞാൻ പഞ്ചസാരയുടെ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഇതുപോലെ നോക്കി നല്ല സ്പോഞ്ച് പോലത്തെ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് നമുക്ക് പോകാം. നമുക്ക് അരി അരച്ചൊരു ശർക്കര കൊണ്ടൊരു നല്ല സോഫ്റ്റായിട്ടൊരു വട്ടയപ്പം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് പച്ചരിയാണ് വെള്ളത്തിലിടുന്നത്. 250 ml കപ്പിന് 2 കപ്പ് പച്ചരി. ഞാൻ അരിപ്പൊടി കൊണ്ടുള്ളൊരു പഞ്ചസാര ചേർത്തൊരു റെസിപ്പി ഇത് വട്ടയപ്പത്തിൻ്റെ ഇട്ടിട്ടുണ്ട് നേരത്തെ. ഇത് ശർക്കര കൊണ്ട് അരി അരച്ച് പച്ചരി അരച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു വിധമാണ് കാണിക്കുന്നത്. ഇതൊരു 4 മണിക്കൂർ വെള്ളത്തിനകത്ത് നല്ലവണ്ണം കുതിർക്കാനിടണം. ആദ്യം നമുക്കൊന്ന് കഴുകിയിട്ട് 4 മണിക്കൂർ നേരം കുതിർത്ത് വെക്കാം. നല്ലോണം കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം എടുത്ത് ഇങ്ങനെ വാലയ്ക്ക് വെച്ചേക്കുമായിരുന്നേ. നല്ലോണം വെള്ളം കളഞ്ഞ് 4 മണിക്കൂറായി. ഇപ്പോൾ ഈ വെള്ളം തോരട്ടെ, ഇങ്ങനെ ഇരിക്കട്ടെ. ഈ സമയം നമുക്ക് ശർക്കര ഉരുക്കാവേ. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിക്ക് 400 ഗ്രാം ശർക്കരയാണ്. 1 കപ്പ് അരിക്ക് 200 ഗ്രാം. അപ്പം 2 കപ്പിന് 400 ഗ്രാം ശർക്കര ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരി എടുത്ത കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പാനിയാക്കാം. ശർക്കര ഇപ്പോൾ അത് പാനിയായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചിട്ട് മാറ്റി വെച്ച് ഇത് ആറിയ ശേഷമാണ് നമുക്കിത് ഉപയോഗിക്കുന്നത്. നല്ലോണം ആറണേ. ഒരു കഷ്ണം കൊണ്ടുണ്ട്. അതിപ്പോൾ ആറിയിട്ട് നമ്മളിപ്പം തീ ഓഫ് ചെയ്യും. ഇത് ആറിയ ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഈ വട്ടയപ്പത്തിന് കപ്പിയൊന്നും കാച്ചുന്നില്ല. അതിന് പകരം നമ്മൾ അവലും കൂടെ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് 1 കപ്പ് അവൽ, ഇതുപോലത്തെ വെള്ള അവൽ, ഏത് അവലാണേലും മതി കേട്ടോ. ഞാൻ വെള്ളം ഉള്ളതുകൊണ്ട് വെള്ള അവൽ. 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുതിർക്കാൻ വെക്കണേ. 10 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. കുതിർന്ന അരി ഞാൻ ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവല് കണ്ടു. ഇതിനകത്ത് അവല് നമ്മൾ കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ഊറ്റിക്കളയാണ്. ഇപ്പോൾ ഇത് വെള്ളമൊന്നുമില്ല, കറക്റ്റ് അളവായിരുന്നു കേട്ടോ. നമുക്കിത് ഇതൂടെ അരിയിലേക്ക് ഇടാവേ. 2 കപ്പ് തേങ്ങ, 2 കപ്പ് അരിക്ക് 2 കപ്പ് തേങ്ങ, 2 കപ്പ് തേങ്ങ ഇതുപോലെ കട്ടയായിട്ടുള്ളത് മാറ്റാവേ. എന്നിട്ട് നമുക്ക് സ്പൂണ് കൊണ്ട് ഇളക്കിയിട്ട് ഇത് 2-3 പ്രാവശ്യമായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവേ. ഞാനിതിൻ്റെ പകുതി നമ്മുടെ ആ മിക്സ് എല്ലാം കൂടെ പകുതി ഇട്ടിട്ടുണ്ട്. ശർക്കര ഞാൻ പാനി നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ 1 കപ്പ് നമുക്കിതിലേക്ക് ഒഴിക്കാവേ. 1 കപ്പ് ഒഴിച്ചിട്ട് നല്ലോണം നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരും. നല്ല ഫൈനായിട്ട് അരച്ച് ഇട്ടിട്ടുണ്ട്. നമുക്ക് പാത്രത്തോട്ട് ഒഴിച്ചിട്ട് ബാക്കിയും കൂടെ നമുക്ക് അരയ്ക്കാം. ട്രിപ്പുള്ള അരിയും കൂടി ഇട്ട് 2 പ്രാവശ്യം അരിക്കാനുള്ള അരിയുള്ളേ. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കേട്ടോ. ടീസ്പൂണല്ല, ടേബിൾ സ്പൂൺ. 1/2 ടേബിൾ സ്പൂണ് ഈസ്റ്റ്. ഇനി 1 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടിയെ, അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത്. ഞാൻ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ്. ടീസ്പൂൺ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇടണേ. പഞ്ചസാര ഇട്ടില്ലേ കുഴപ്പമില്ല. അത് പക്ഷേ നമുക്ക് ശർക്കരയുടെ ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇടുന്നത് നല്ലതാണ്. അത് ഇട്ട് ശേഷം ബാക്കി ശർക്കരയുടെ ഇതൂടെ അങ്ങോട്ട് ഒഴിക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചാണല്ലോ നമ്മൾ ശർക്കര പാനിയാക്കി. ഇനി നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ആവശ്യമുണ്ട്. ആ 1 കപ്പ് നമ്മൾ ഇപ്പോൾ ഒഴിക്കേണ്ട. മൊത്തത്തിൽ നമുക്കൊരു 1/2 കപ്പ് ഇപ്പോൾ ഒഴിക്കാവേ. 1/2 കപ്പ് ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരാം. 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് കേട്ടോ. 2/2 ഭാഗം കൂടെ അരച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മൊത്തം ഒഴിക്കാം. ഇനി നമുക്ക് ബാക്കി വന്നേക്കുന്ന 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാവേ. അപ്പം നമ്മൾ മൊത്തം 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ആദ്യം ഒരു കപ്പിന് ശർക്കര ഒഴുക്കി, പിന്നെ 1 കപ്പ് നമ്മൾ അരയ്ക്കാൻ വേണ്ടി എടുത്തു. അതിനകത്ത് 1/2 കപ്പ് അന്നേരം ഇട്ടു. ഇപ്പോൾ 1/2 കപ്പ് ഒക്കെ 2 പിഞ്ച് ഉപ്പ് കൂടി ഇടാവേ. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പിഞ്ച് ഉപ്പ്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കവി കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മൂടി വെക്കാം. 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വരുവേ. ചില തണുപ്പ് സ്ഥലങ്ങളിലൊക്കെയാണ് ഇച്ചിരി കൂടെ സമയം നീണ്ടിരിക്കും. നമുക്ക് മൂടി വെക്കാം. ഈ പരുവാണ് വേണ്ടത് ഉണ്ടോ. നമുക്കിത് മൂടി വെച്ചിട്ട് 2 മണിക്കൂർ ശേഷം നമുക്ക് അപ്പം ചൂടാം. വായിക്കേ, നിങ്ങൾ ആദ്യത്തെ ഞാൻ കലക്കി വെച്ച വീഡിയോയും ഇതും തമ്മിൽ കണ്ടോ. നല്ല 2 മണിക്കൂറായപ്പോഴത്തേക്ക് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് പയ്യെ ഒന്ന് കണ്ടോ, ഒത്തിരി ഇട്ടങ്ങ് ഇളക്കല്ലേ.
പയ്യെ ഒന്നിങ്ങനെ ഇളക്കുമ്പോൾ ഉണ്ടോ. അപ്പോൾ ഇത് മധുരമൊക്കെ നല്ല കറക്റ്റ് ഇതാണ്. ഒത്തിരി മധുരം കൂടുതലും ഇല്ല, കുറവുമില്ല. കറക്റ്റ് മധുരം കൂടി പോകുന്നതിൽ നല്ലത് ക്രമത്തിനുള്ള മധുരം മതി. ഇപ്പോൾ ഒത്തിരി നമ്മൾ ഉപ്പൊക്കെ ചേർത്താണ്, ഒന്നും ചേർക്കണ്ട. നമുക്ക് ഒത്തിരി അങ്ങോട്ട് ശക്തിയായിട്ട് ഇത് ഇങ്ങനെ ഇളക്കൊന്നും വേണ്ട. ഇത്രയേ ഉള്ളൂ. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതുപോലത്തെ കേക്ക് ടിന്നകത്ത് 2 സ്റ്റീൽ പാത്രത്തിലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കേക്ക് ടിന്നകത്ത് ഉണ്ടാക്കും. ഒത്തിരി അങ്ങ് കട്ടിയായിട്ടുള്ള ഇതാണ് ഉണ്ടാക്കുന്നില്ല ഞാൻ, ഇച്ചിരി കനം കുറച്ച്, എന്നാൽ ഉണ്ട് കട്ടി അത്ര, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇച്ചിരി നെയ്യാണ് ഇതിലേക്ക് തൂത്തേക്കുന്നത്. ഓയിലാണെങ്കിലും തൂത്ത് വെച്ചാൽ മതി. പാത്രത്തിലേക്ക് തൂത്തിട്ട് ഞാനിപ്പോൾ അപ്പച്ചെമ്പ് അടുപ്പേ വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാകാൻ വേണ്ടി. ഇതിലേക്ക് ഈ തവിക്ക് ഒരു 5 സ്പൂൺ തവി ഒഴിക്കാവേ. ഇറക്കി വെച്ചിട്ടുണ്ട്. വലിയ ചെമ്പാണ് വെച്ചേക്കുന്നത്, ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അടുത്ത ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. മറ്റേതിപ്പോൾ നമ്മുടെ വേകാറായിട്ടുണ്ട്. 15-20 മിനിറ്റും കൊണ്ട് വേകും പെട്ടെന്ന് കേട്ടോ. നമ്മളെ കനം കുറച്ചല്ലേ വെക്കുന്നത്. പാത്രത്തിലേക്ക് കൂടെ ഒഴിക്കും, സ്റ്റീൽ പാത്രം 2-3 സൈസ് കാണിക്കണം. നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല സ്പോഞ്ച് പോലത്തെ വട്ടയപ്പം. നമുക്കിത് എടുക്കാതെ കൈ പൊട്ടി കണ്ടോ. നമുക്ക് അടുത്തത് വെക്കാം. പ്ലേറ്റ് എടുത്ത് വെക്കാവേ. പ്ലേറ്റിനകത്താക്കി വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കും. അതെ, ഞാൻ പാത്രത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് കണ്ടോ. സ്പോഞ്ച് പോലത്തെ, നിങ്ങൾക്ക് അപ്പം കാണുമ്പോഴേ തന്നെ അറിയാമല്ലോ കണ്ടോ. ഞാനിതിപ്പോൾ എടുത്ത് മാറ്റി വെച്ചേക്കുവാണ്. ഇനി അപ്പം നമുക്ക് അടുത്തത് ഈ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാം. മറ്റേത് പ്ലേറ്റിനകത്ത് വേവുവാണ്. കണ്ടോ എത്ര എണ്ണം ഉണ്ടാക്കി. 2 കപ്പ് അരി കൊണ്ട് ഞാൻ ഇത്രയും വട്ടയപ്പം ഉണ്ടാക്കി. 2, 4, 5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ല പഞ്ഞി സ്പോഞ്ച് പോലത്തെ വട്ടയപ്പം കണ്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. കാണാൻ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന വട്ടയപ്പം. നല്ല ശർക്കര കൊണ്ട് ഒരു വട്ടയപ്പം. നമുക്കിത് സെയിൽ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നല്ല ഇതാണ്, സെയിൽ ചെയ്യാനും ഒക്കെ നല്ല ഇതാണ്. പഞ്ഞി പോലത്തെ വട്ടയപ്പാണ് ഇത്. നമ്മൾ ചോറൊന്നും അരച്ചിട്ടില്ല, അവലാണ് അരച്ചേക്കുന്നത്. ഈസ്റ്റ് ഇച്ചിരി ചേർത്തിട്ടുണ്ട് കണ്ടല്ലോ. 5 എണ്ണം ചെയ്തു. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് എല്ലാ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം. ടാറ്റാ.